മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇതെന്താണെന്നറിയാമല്ലോ? കൂർക്ക എന്ന് പറയും, ചിലർ ചീവക്കിഴങ്ങെന്നും പറയും, വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് പൊതുവേ എല്ലാവരും മെഴുക്ക് പുരട്ടി വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുമാണ് സംഭവം. പക്ഷേ ഇത് ചിരണ്ടി എടുക്കാൻ, അതായത് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും ഇത് വാങ്ങാറില്ല. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ അധികം വാങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ചിലർക്ക് കൂർക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ചാക്കുണ്ടല്ലോ, ആ ചാക്കിനകത്തിട്ടിട്ട് തറയിലിട്ട് പരിപരുത്ത പ്രതലത്തിൽ അടിച്ചെടുക്കുമ്പോൾ അത് ക്ലീൻ ആകും. പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ചാക്കില്ലാത്തത് കൊണ്ട് തുണിസഞ്ചി, ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും കിറ്റ് കിട്ടുന്ന സഞ്ചിയാണിത്, അതിനകത്തിട്ട് ഞാൻ ഇതുപോലെ സിമെന്റ് തറയിലിട്ട് അടിച്ചെടുത്തതാണ്. നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. കുറച്ച് കൂടുതൽ സമയം അടിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കുറെ നാൾ മുമ്പ് ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കണ്ടായിരുന്നു. നമുക്ക് ഈ ഉള്ളിയൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് പോലുള്ള ഉണ്ടല്ലോ, അതിനകത്തിട്ടിട്ട് പൈപ്പ് ഓപ്പൺ വെള്ളം തുറന്നു വിട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകുന്നത്. അത് പക്ഷെ ഒത്തിരി വെള്ളം വേസ്റ്റ് ആവും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും. ഇതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിച്ചാത്തി വെച്ച് ചിരണ്ടി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇട്ടൊന്ന് ഞെരുടി എടുത്താലും ബാക്കിയുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന്, അതായത് തൊലിയൊക്കെ പെട്ടെന്ന് ഇളകി വരും. ഇനി നമുക്ക് ഒരു പാൻ വെച്ച ശേഷം, ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതാണ് ഒരു നാടൻ ടേസ്റ്റും കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ തവിയല്ല, സിലിക്കോണാണേ. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും 3 പച്ചമുളകും. അപ്പോൾ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴളട്ടെ. ഉള്ളി അരഭാഗത്തിൽ കൂടുതൽ വഴണ്ടു. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വയളട്ടെ. അപ്പോൾ ഞാൻ ഇതിനെ അടുത്ത അടുപ്പിലോട്ട് മാറ്റുക. നമുക്കിനി കുറച്ച് പരിപാടികളോടുണ്ട്. ഇനി മറ്റൊരു പാൻ വെച്ച ശേഷം ഒരു അരമുറി തേങ്ങയുണ്ട്, ഒരു മീഡിയം സൈസ് തേങ്ങയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം തേങ്ങ. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കളറ് മാറി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കിയും കൂടി റെഡി ആയിക്കോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കിലോ കൂർക്കയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. ഏകദേശം ഒരു 700-750 ഗ്രാമോളം വരും. മുളക് പൊടി 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടി, തേങ്ങ കൂടുതൽ എടുക്കുന്നുവെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് മതി. ഇതിപ്പോൾ നമ്മൾ ചെറിയ തേങ്ങയുടെ ഒരു അരമുറിയല്ലേ എടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഒത്തിരി വേണ്ട, ചെറിയൊരു മണം കിട്ടിയാൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. പാത്രത്തിന്റെ ചൂട് കൊണ്ടും തേങ്ങയുടെ ചൂട് കൊണ്ടും മസാല മൂത്തോളുമേ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് കൂർക്ക ഒരു അരഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി, 1/2-1/4 ഗ്ലാസോ. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് വേവണം. ഈ വെള്ളത്തിൽ കിടന്ന്, അതായത് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒരു അരഭാഗം നന്നായിട്ട് വെന്തു. നന്നായിട്ടൊന്ന് വേവട്ടെ. വെന്ത് തുടങ്ങി, ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കൂടി വേവാൻ ആവശ്യമായ വെള്ളം തന്നെ ചേർക്കണേ. കാരണം ഈ അരപ്പിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് അതിനകത്ത് ആ അരപ്പൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് ഇത്തിരി സമയം എടുക്കും. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. സവാള വഴറ്റാൻ നേരം മാത്രം ഉപ്പ് ചേർത്തതേ ഉള്ളൂ. ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇനി തീ കൂട്ടിയിടണ്ട. തീ ഒരു മീഡിയം തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ചാറൊക്കെ കുറുകി എണ്ണ തെളിയണം. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. ഇത് നന്നായിട്ട് വറ്റി കുറുകിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇരുന്നും കുറുകും. നന്നായിട്ട് കൊഴുപ്പുണ്ടേ. നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവറായിട്ട് എരിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് കടുക് താളിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് താളിക്കണ്ട എന്നുള്ളവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ വഴട്ടാനൊക്കെ എണ്ണ എടുത്തു, തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, ഉള്ളി നന്നായിട്ട് മൂത്തു.
ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.